scaling, literally climbing. The thugs smash windows using fists and a shield. അടി തെറ്റിയാൽ ആനയും വീഴും അല്ലേ? ലോകത്തിലെ ഏത് വലിയ കൊമ്പനാണെങ്കിലും ശക്തനാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന് ഒരു നേരും ചൊവ്വുമില്ലെങ്കിൽ, ഒരു നെറികെട്ട പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് BBC ന്യൂസ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന യൂറോപ്പിന്റെ അഭിമാനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദൂരദർശൻ പോലെ തന്നെ ബ്രിട്ടന്റെ അഭിമാനമാകുന്ന അവരുടെ ഗവൺമെന്റ് വാർത്താ മാധ്യമ ചാനലാണ് BBC ന്യൂസ്. നമ്മുടെയൊക്കെ ചെറുപ്രായം മുതൽ BBC എന്ന് കേൾക്കാത്തവരാരല്ലേ? അങ്ങനെയുള്ള ഒരു മീഡിയ കമ്പനി, ഒരു മാധ്യമം ആണ് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായി നാണം കെട്ട് നിൽക്കുന്നത്. അതെന്താണെന്നാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും അതിനെക്കുറിച്ച് അറിഞ്ഞു കാണും, കേട്ട് കാണും, കണ്ടു കാണും. നമുക്കറിയാം, ഏതാണ്ട് ഒരു 4 വർഷം മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 2021 ജനുവരി 6 അമേരിക്കയുടെ അന്നത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ട്രംപിന്റെ ആ ഒരു തോൽവി നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ തോൽവിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ വാഷിങ്ടൺ DC അവരുടെ ക്യാപിറ്റോളിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ എല്ലാം കൂടെ രോക്ഷാകുലരായി അവരുടെ ക്യാപിറ്റലിലോട്ട് എരച്ചു കയറുന്നതും അതെല്ലാം അടിച്ച് തകർക്കുന്നതുമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്കിന്നും മറക്കാൻ പറ്റത്തില്ല. ലോകം മുഴുവനും അത് കണ്ട് ആഘോഷിച്ച ഒരു കാര്യമാണ്. രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഏറ്റുവാങ്ങിയ ഒരു വർഷമായിരുന്നു 2021 ജനുവരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ തോൽവി ലോകത്തിൽ പല ആളുകളും ആഘോഷിച്ച കൂട്ടത്തിൽ ഏറ്റവും അധികം അദ്ദേഹം തോൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മാധ്യമമായിരുന്നു BBC ന്യൂസ്. ഈ 2021 ജനുവരി 6 നൂറുകണക്കിന് വരുന്ന ആളുകൾ ക്യാപിറ്റോളിലേക്ക് ഇരച്ചു കയറുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് ട്രംപ് ഒരു വലിയ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് തോൽവിയാണ് ഉണ്ടായതെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾക്കൊക്കെ നന്ദി പറയാനായിട്ടുള്ള ഒരു വലിയ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ അദ്ദേഹം പറയാത്ത ചില വാക്കുകൾ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് BBC ന്യൂസും ഓസ്ട്രേലിയയിലെ ABC ന്യൂസും വളരെ രൂക്ഷമായ രീതിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇനിയും അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. Side by side comparison, you will see the difference between the BBC's documentary about the president compared to the raw, unedited clips of Trump's speech that day. We're going to walk down to the Capitol, and I'll be there with you, and we fight. We fight like hell, and if you don't fight like hell, you're not going to have a country anymore. And after this, we're going to walk down, and I'll be there with you. We're going to walk down. We're going to walk down anyone you want, but I think right here, we're going to walk down to the Capitol, and we're going to cheer on our brave senators and congressmen and women. And we're probably not going to be cheering so much for some of them. അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ ഒരു ഒറിജിനൽ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും വളരെ നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ, അതായത് ക്യാപിറ്റോളിലോട്ട് നമുക്ക് പോകാൻ സമയമായിരിക്കുന്നു. അവിടെ നമ്മുടെ പാർട്ടിയിൽ നിന്നും വിജയിച്ചു വന്നതായിട്ടുള്ള അനേക സഹോദരി സഹോദരന്മാരുണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് ചീറപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരാണ് ഇനി നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. എന്നാൽ BBC ന്യൂസ് അതിനെ വളച്ചൊടിച്ച് അവരതിൻ്റെ കൂട്ടത്തിൽ എഡിറ്റ് ചെയ്ത് കയറ്റിവിട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും കൂടെ ഇപ്പോൾ ക്യാപിറ്റോളിലോട്ട് നമുക്ക് പോകാം, അവിടെ നമ്മൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് നരകതുല്യമായ രീതിയിൽ നമുക്ക് അവരെ അടിച്ചൊതുക്കണം എന്നുള്ള ഒരു ഭാഷാ ശൈലിയിലാണ് BBC എന്നാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. എന്നാൽ ആ ഒരു വാർത്ത BBCയും ഓസ്ട്രേലിയയുടെ ABC ചാനലും കൊടുത്തത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളിലൊക്കെ ചില്ലറ ഇമ്പാക്റ്റ് അല്ല ആ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അത് നിമിത്തം ഒരുപാട് രൂക്ഷ വിമർശനത്തിന് ട്രംപ് ആ ഒരു കാലയളവിൽ
അദ്ദേഹം ഫേസ് ചെയ്തത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ഈ ടേമിലെ വിജയത്തോടുകൂടെ നമുക്കറിയാം, അദ്ദേഹം ഓരോന്നും കുറിച്ചിട്ടോണ്ട് അക്കമിട്ട് തന്നെ ദ്രോഹിച്ചവർക്ക് ഒരു ദാക്ഷിണ്യമില്ലാതെ മറുപടി കൊടുക്കുന്ന ഒരു ശക്തനായ ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഡേ ബൈ ഡേ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം BBC-യെയും വെറുതെ വിട്ടില്ല. ആ 4 വർഷം മുമ്പുള്ള ആ ഒരു ചൊരുപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അദ്ദേഹം അത് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. BBC ന്യൂസിനെതിരെ അദ്ദേഹം അതായത് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ചില്ലറയൊന്നുമല്ല, $1 ബില്യൺ നഷ്ടപരിഹാരം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചിരിക്കുന്നത്. 1 ബില്യൺ എന്ന് പറയുന്നത് ഏതാണ്ട് 100 കോടി നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ആണ് അദ്ദേഹം നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. Lawyers wrote to the BBC threatening to sue for $1 billion in damages unless the BBC issues a retraction and compensates him. White House Press Secretary Caroline Leavitt got just one question on this topic in Wednesday's briefing, and she said that a lawsuit is now in the works. എന്നാൽ ട്രംപിന്റെ അനുയായികളും ആ പഴയ വീഡിയോ കുത്തിപ്പോക്കി അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അവരത് തിരിച്ചറിയുകയും ഈ BBC ചാനലിനെ പൂട്ടാനുള്ള എല്ലാ വഴികളും അവർ ഇന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു ലോക രാജ്യങ്ങളിലെ അനേക മീഡിയയും കൂടെ ഏറ്റെടുത്തതോടുകൂടെ സംഗതി വഷളായി. അങ്ങനെ BBC ചാനലിന് ഒരു വലിയ ആപ്പാണ് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം BBC-യുടെ തലപ്പത്തുള്ള അവരുടെ ഡയറക്ടർ ജനറൽ ടിം ഡേവിയും അവരുടെ CEO ആകുന്ന ഡെബോറോ ടേർണസും രാജിവെച്ച് പുറത്തായി. BBC ചാനലിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വംശജനായ സമീർ ഷായാണ്. അതായത് മഹാരാഷ്ട്രക്കാരൻ. ഏതാണ്ട് 73 വയസ്സുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ BBC ട്രംപിനോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. എന്നാൽ ട്രംപ് അല്പം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അദ്ദേഹം BBC-ക്കെതിരെ മുമ്പ് പറഞ്ഞതുപോലെ $1 ബില്യൺ ലോസൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും സംഗതി ഇപ്പോൾ അത് കോടതിയിലാണ്. അവര് ഇരു രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ അല്ലെ എത്രയോ വാർത്താ മാധ്യമങ്ങളാണ് ഓരോ സാധാരണക്കാരായിട്ടുള്ള ആളുകളും അവർ ചെയ്യാത്ത, അവർ പറയാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഓരോ വാർത്തകളും പബ്ലിഷ് ചെയ്യുമ്പോൾ എത്രയെത്ര കുടുംബങ്ങളെ ഇല്ലാതായത്, എത്രയെത്ര വ്യക്തികളുടെ ജീവിതമായി ഇല്ലാതായത്. ഇന്നിപ്പോൾ ഇവിടെ ലോകത്തിലെ ശക്തനായ ഒരു ഭരണാധികാരിക്കെതിരാണ് ഇത് സംഭവിച്ചുകൊണ്ടും അദ്ദേഹം BBC ന്യൂസിനേക്കാൾ ശക്തനായതുകൊണ്ടും അദ്ദേഹം അതിനെ തിരിച്ചടിച്ചപ്പോൾ ഇന്ന് ലോകത്തിന്റെ മുന്നിൽ BBC എന്ന് പറയുന്ന വാർത്താ മാധ്യമം ഒരു ട്രസ്റ്റ് വർത്തി അല്ലാത്ത അല്ലെങ്കിൽ സത്യസന്ധതയില്ലാത്ത മനുഷ്യർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ചാനലായി അധപ്പതിച്ച ഒരു കാര്യമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പല നമ്മളുടെ യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള അനേക വാർത്താ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ അത് ഓരോരുത്തരുടെ ലൈഫ് വെച്ചോണ്ട് പല ആൾക്കാരും വൈറലാകാനും പല ആൾക്കാരും വ്യൂസ് കൂട്ടാനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന പല വീഡിയോകൾ ഞാൻ കാണാറുണ്ട്. എനിക്ക് പലപ്പോഴും പല ആളുകളുടെയും പേരിട്ട് തന്നിട്ട് ഇവരെക്കുറിച്ച് ഒരു വാക്ക് പറയാമോ എന്നും പറഞ്ഞുകൊണ്ട് പലരും എനിക്ക് നമ്മുടെ യൂട്യൂബിനകത്ത് മെസ്സേജ് ഇടാറുണ്ട്. എന്നാൽ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ കഴിവതും നമ്മൾക്ക് യഥാർത്ഥമായി അറിയാത്ത ഒരു കാര്യം, അത് പ്രത്യേകിച്ചൊരു വ്യക്തിയുടെ ജീവിതമാണെങ്കിൽ അത് നമ്മൾ കഴിവതും അത് ലോകത്തിന്റെ മുന്നിലേക്ക് നമ്മൾ അത് എടുത്തിടുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്കാണ് അത് ശരിക്കും പറഞ്ഞ് എത്തിച്ചേരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളിലേക്ക് തന്നെ മറ്റൊരു ദോഷവുമായി തിരിഞ്ഞു വരും എന്നതിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് BBC എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന ഈ ഇത്രയും വലിയൊരു ചാനലിന് ഇത്രയും വലിയൊരു അടി കിട്ടാൻ ഇനി വേറൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നയാം സനോട് റെക്സി ജോയ്. ബൈ.